Hello dears, welcome to English classes at Radhika Rinesh. AEC 3-4 ലിറ്ററേച്ചർ സ്റ്റുഡൻസിൻ്റെ ബുക്കിലെ ഒരു ചാപ്റ്ററാണ്, ലാസ്റ്റ് മൊഡ്യൂളിലുള്ള ഒരു ചാപ്റ്ററാണ് റൈറ്റിംഗ് ഇൻ സൈബർ സ്പേസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സൈബർ സ്പേസിൽ, അതായത് സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് എറ്റിക്വേറ്റ്, സൈബർ സ്പേസ് എറ്റിക്വേറ്റ്, എന്തൊക്കെ നിയമങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ എത്തിക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പഠിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ. എവ്രിവൺ ഹാസ് മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ്. നമുക്കറിയാം ഇന്ന് എല്ലാവർക്കും രണ്ട് ഐഡൻറ്റിറ്റി ഉണ്ട്. ഐഡൻറ്റിറ്റി ആസ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ സിറ്റിസൺ ആൻഡ് നെറ്റിസൺ. നെറ്റിസൺ പറഞ്ഞു വെച്ചാൽ നെറ്റ് യൂസ് ചെയ്യുന്ന പൗരന്മാരാണ് നെറ്റിസൺസ്. സിറ്റിസൺ പറഞ്ഞു വെച്ചാൽ ഒരു രാജ്യത്തെ പൗരന്മാർ. ന്യൂ ഗ്ലോബൽ സോഷ്യൽ സോൺ. നമുക്കറിയാം ഒരു പുതിയൊരു ന്യൂ ഗ്ലോബലിസം ഈസ് ഹാപ്പനിങ്. ഗ്ലോബൽ വില്ലേജ് ആണത്, എല്ലാവരുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാലുപുറമുള്ള ആളുകളല്ല, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകളല്ല, നമ്മുടെ സംസ്ഥാനത്തുള്ളതല്ല, രാജ്യത്തുള്ളതല്ല, ഈ ഗ്ലോബലി മുഴുവൻ നമുക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു സോഷ്യൽ സോൺ അല്ലെങ്കിൽ ഒരു പുതിയൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം ഈസ് ഹാപ്പനിങ് ഹിയർ. സൈബർ റൈറ്റിംഗ് എറ്റിക്വേറ്റ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ്, ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സിറ്റിസൺസ് അല്ല, ദേ ആർ നെറ്റിസൺസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈൽ വി ആർ യൂസിങ് ദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആസ് വെൽ ആസ് റൈറ്റിംഗ് ഓൺ ദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. സൈബർ ലിറ്ററസി. അത് ഒരു സൈബർ സ്പേസ് എങ്ങനെ യൂസ് ചെയ്യാം, നന്നായിട്ട് യൂസ് ചെയ്യാം എന്നറിയുന്നതിനെയാണ് നമ്മൾ സൈബർ ലിറ്ററസി എന്ന് പറയുന്നത്. അത് നമ്മളെല്ലാവരും, അതായത് സൈബർ സ്പേസ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ് സൈബർ ലിറ്ററസി. വിച്ച് ആർ ദ റൂൾസ് ടു ഫോളോ? ബി ഡിഗ്നിഫൈഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ ഇൻ ടോൺ. നമ്മൾ സൈബർ സ്പേസിൽ നമ്മൾ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുകളിൽ നമ്മൾ മറ്റുള്ളവരുടെ ഒരു വീഡിയോ, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം, അവരുടെ പോസ്റ്റ്, അതിന് നമ്മളൊരു കമൻറ്റ് ചെയ്യുമ്പോൾ ബി റെസ്പെക്ട്ഫുൾ. ഓക്കെ, അതായത് അജിറ്റേറ്റഡ് ആയിട്ട് വർത്തമാനം പറയാൻ പാടില്ല. നമ്മൾ റെസ്പെക്റ്റഡ്, നമ്മൾ അതിനോട് വിയോജിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെ റെസ്പെക്ട്ഫുള്ളി നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. റെസ്പെക്റ്റ് പ്രൈവസി. അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ലോകമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പ്രോപ്പർ സ്ട്രക്ചറിങ്. അതുപോലെ ഇത് മറ്റുള്ളവർക്ക് വായിക്കാനുള്ളതാണ്, ഒരു പൊതു പ്ലാറ്റ്ഫോമിലാണ് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ വീഡിയോസ് മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. ദറ്റ് ഈസ് ഇറ്റ് ഷുഡ് ഹാവ് സം ക്വാളിറ്റി. റിപ്ലൈസ് ഷുഡ് ബി റെലവൻറ്റ്. ഇനി ആരെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ റിപ്ലൈ അയക്കുകയാണെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറയാം. ബി സെൻസിറ്റീവ്. മറ്റുള്ളവരുടെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവരുടെ ആ ഒരു പ്രോബ്ലംസ് നമ്മൾ മനസ്സിലാക്കണം. നെവർ സ്പ്രെഡ് മിസ് ഇൻഫർമേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നതാണ്, പലരും എന്ത് കിട്ടിയാലും നമ്മൾ ഗ്രൂപ്പിലൊക്കെ, എസ്പെഷ്യലി ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ വരുന്ന പല മിസ് ഇൻഫർമേഷൻസും നമ്മൾ വായിച്ചോക്ക് പോലും ചെയ്യാതെ നമ്മൾ മറ്റ് പല ഗ്രൂപ്പിലേക്കും നമ്മുടെ ഫ്രണ്ട്സിനും അയക്കും. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നെറ്റിസൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസർ എന്നുള്ള നിലയ്ക്ക് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു റീഡ് ആൻഡ് വെരിഫൈ വെദർ ദി ഇൻഫർമേഷൻ ഈസ് കറക്റ്റ് ഓർ നോട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങളെയും അറസ്റ്റ് ചെയ്തേക്കാം. സോ നെവർ സ്പ്രെഡ് മിസ് ഇൻഫർമേഷൻ. നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ കണ്ടതാണ് ഒരുപാട് മിസ് ഇൻഫർമേഷൻസ്. അവിടെ കോവിഡ് ഉണ്ടായി, ഇത്ര ആളുകൾ മരിച്ചു, കുറേ ആളുകൾ അവർക്ക് തോന്നിയ രീതിയിൽ ഓരോന്ന് എഴുതുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും ക്യാൻസർ, ഇങ്ങനെയൊക്കെ ചെയ്താൽ ക്യാൻസർ മാറും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഓരോരോ പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമ്മളത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ബി വിജിലൻറ്റ് അബൌട്ട് ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ്. അപ്പോൾ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് നമ്മൾ ഒരിക്കൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലടികൾ, അതായത് ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് വിൽ ബി ദെയർ ഫോർ എവർ. സോ ബി വിജിലൻറ്റ് ബിഫോർ അപ്ലോഡിങ് യുവർ വീഡിയോ ഓർ യുവർ പോസ്റ്റ് ഓർ വാട്ട് എവർ മേ ബി ഇറ്റ് ഈസ്. ദെൻ ബി പേഷ്യൻറ്റ്. അല്ലേ, മറ്റുള്ളവർ ആരെങ്കിലും ചിലപ്പോൾ നമ്മുടെ വീഡിയോക്കോ എന്തിനെങ്കിലും മോശമായിട്ട് കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കുകയല്ല. ബി പേഷ്യൻറ്റ്. ഭയങ്കര ക്ഷമാശീലരായിരിക്കണം സോഷ്യൽ മീഡിയ യൂസേഴ്സ്. എ സ്ട്രിക്റ്റ് നോ ടു സൈബർ ഹേറ്റ് മോങ്കറിങ്. ഹേറ്റ് മോങ്കറിങ് ഗ്രൂപ്പ്സ് ഉണ്ടാവും, മേ ബി പൊളിറ്റിക്കൽ പാർട്ടീസ് ആവും, റിലീജിയസ് ഗ്രൂപ്പ്സ് ഉണ്ടാവാം,
അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ഹെയ്റ്റ് മോങ്കേഴ്സ് വിൽ ബി ദെയർ. അതിനെ വെറുത്തിട്ട് അവരെന്ത് പോസ്റ്റ് ചെയ്താലും കുറ്റം പറയുന്ന അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അവരിൽ ഒരാളാവാതിരിക്കാൻ സൂക്ഷിക്കുക. കാരണം അവർക്കെതിരെ ആ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ആ വ്യക്തിയോ ഒക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളും അതിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻ ഫോർമൽ കോണ്ടെക്സ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? യൂസ് പ്രോപ്പർ സല്യൂട്ടേഷൻസ് ആൻഡ് സിഗ്നേച്ചേഴ്സ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാണ്, ഫോർമലി പോസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഫോർമലി ആർക്കെങ്കിലും മെയിൽ സെൻഡ് ചെയ്യുമ്പോഴൊക്കെ സല്യൂട്ടേഷൻസ് നിർബന്ധമാണ്. അതായത് അവരുടെ അഡ്രസ്സ് ചെയ്യണം, അതുപോലെ തന്നെ അവരെ സിഗ്നേച്ചേഴ്സും അല്ലേ, അവസാനം നമ്മൾ തന്നെ എഴുതി എന്നുള്ളതിനാണ്, അതിനുള്ള തെളിവാണ് നമ്മുടെ സിഗ്നേച്ചർ. അതൊന്നും ഇടാൻ മറക്കാൻ പാടില്ല. ബി കൺസൈസ് ആൻഡ് ക്ലിയർ. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി ക്ലിയർ ആയിട്ട് പറയാം. യൂസ് ഫോർമൽ ടൈറ്റിൽസ് അല്ലേ, അതായത് ഫോർമലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. മാത്രമല്ല പേഴ്സണൽ ടൈറ്റിൽ, അതായത് ഇപ്പോൾ നമ്മുടെ പേര് തന്നെ ചിലപ്പോൾ നമുക്ക് ചുരുക്കപ്പേരുണ്ടാവാം, അതൊന്നും ഉപയോഗിക്കരുത്. നമ്മുടെ ഫോർമൽ നെയിം തന്നെ എഴുതാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇറ്റ് ഷുഡ് ബി ഫോർമൽ. അവോയ്ഡ് അറ്റാച്ച്മെൻറ്റ്സ് അല്ലേ. അപ്പോൾ ആ സമയത്ത് എന്താണ് യുവേഴ്സ് ലവിങ്ലി എന്നൊന്നും പറഞ്ഞിട്ട് എഴുതാൻ പാടില്ല, ബിക്കോസ് ഇറ്റ്സ് സോ ഫോർമൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഫോർമൽ വേർഡ്സ് മാത്രം യൂസ് ചെയ്യുക, അറ്റാച്ച്മെൻറ്റ് വേർഡ്സ് അവോയ്ഡ് ചെയ്യുക. ഇൻ ഇൻഫോർമൽ സൈബർ കോണ്ടെക്സ്റ്റ്, ഫോർമലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇൻഫോർമലി നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് വല്ല മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമ്മൾ സൈബർ സ്പേസിൽ തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ പോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലിത്ര കാര്യങ്ങളൊന്നും സൂക്ഷിക്കാനില്ല. പക്ഷേ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ബി കോൺവെർസേഷണൽ ആൻഡ് ഫ്രണ്ട്ലി അല്ലേ, വർത്തമാനം പറയുന്ന പോലെ ഫ്രണ്ട്ലി ടോക്ക് പോലെ ആയിരിക്കാം. യൂസ് ഇമോജീസ് ആൻഡ് ഇമോട്ടിക്കൻസ് അപ്രോപ്രിയേറ്റ്ലി. അവിടെ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദി യൂസ് ഓഫ് ഇമോജീസ് ആൻഡ് ഇമോട്ടിക്കൻസ്. അതിന് പല മീനിങ്ങുകളുണ്ട്. അതിൻ്റെ കറക്റ്റ് മീനിങ്ങിലാണ് നിങ്ങളത് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. യൂസ് സ്ലാങ് ആൻഡ് കൊളോക്കിയലിസംസ് അല്ലേ, അതായത് ഫ്രണ്ട്സിനോടൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരോടാണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്ലാങ്ങിൽ വർത്തമാനം പറയാൻ പറ്റും. സ്ലാങ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ഉണ്ടാവും. നമ്മുടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ഇപ്പം മലയാളം ആണെങ്കിൽ തന്നെ ഇപ്പം മലപ്പുറത്ത് പറയുന്ന മലയാളം എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ മലയാളം വിച്ച് ഈസ് സ്പോക്കൺ ഇൻ തൃശ്ശൂർ ഓർ കാലിക്കറ്റ് ഓർ ട്രിവാൻഡ്രം. അപ്പം നമ്മുടെ ഇവിടെ സംസാരിക്കുന്ന ഈ പ്രാദേശിക ഭാഷയിലും മതി നമ്മൾ സംസാരിക്കാൻ, എവിടെ ഈ ഫ്രണ്ട്ലി സിറ്റുവേഷൻസിൽ. ഷെയർ പേഴ്സണൽ ഒപ്പീനിയൻസ് ആൻഡ് എക്സ്പീരിയൻസസ്. നമ്മൾ ഫ്രണ്ട്ലി, അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് വാട്സാപ്പ് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വി ആർ യൂസിങ് സം പേഴ്സണൽ ഒപ്പീനിയൻസ് ആൻഡ് എക്സ്പീരിയൻസസ്. യൂസ് ഇൻഫോർമൽ ലാംഗ്വേജ്. അതിൽ ഫോർമൽ ലാംഗ്വേജിൻ്റെ ആവശ്യമൊന്നുമില്ല. ആസ് ഇറ്റ് ഈസ് അൻ ഇൻഫോർമൽ communication, you can use informal language also. The next topic is cyberbullying. And the cyberbullying പറഞ്ഞ harassment in online spaces including social medias. സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഓൺലൈൻ സ്പേസിൽ ഉണ്ടാവുന്ന ഹരാസ്മെൻറ്റ്, വ്യക്തിഹത്യ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത്. ഓൺലൈൻ ത്രെറ്റ്സ്, ഹെയ്റ്റ് മോങ്കറിങ്, ഫിനാൻഷ്യൽ ഫ്രോഡ്, ഇംപേഴ്സണേഷൻ, സൈബർ സ്റ്റോക്കിംഗ് എറ്റ്സെട്ര. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സൈബർ ബുള്ളിയിങ്ങിൽ. ചില ആളുകൾ ഓൺലൈനായിട്ട് ത്രെറ്റ് ചെയ്യും അല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും, ഇത്ര പൈസ തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് സം പേഴ്സൺസ് വിൽ ത്രെറ്റ് അതേഴ്സ് ത്രൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. പിന്നെ ഹെയ്റ്റ് മോങ്കറിങ് ഗ്രൂപ്പ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ആർ ദെയർ. നിങ്ങൾ പൈസ തരണം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടൊക്കെ ഹാക്ക് ചെയ്തിട്ട് പൈസകൾ തട്ടുന്ന ആളുകളുണ്ട്. പിന്നെ അതുപോലെ ഇംപേഴ്സണേഷൻ നടത്തുന്ന ആളുകളുണ്ട്. ഇംപേഴ്സണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഐഡൻറ്റിറ്റിയിൽ വേറൊരാൾ സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു ഫേസ്ബുക്ക് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അങ്ങനെ പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പൈസയൊക്കെ ചോദിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് വിചാരിക്കുക എന്താ നമ്മളാണ് ചോദിക്കുന്നത് വിചാരിച്ചിട്ട് ദേ വിൽ ഗിവ് ദ മണി. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഫ്രോഡുകളുണ്ട്. അതുപോലെ തന്നെ സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇതുപോലെ ഉള്ള തട്ടിപ്പുകൾ, സൈബർ ലോകത്ത് നടക്കുന്ന തട്ടിപ്പുകൾ, ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുക. ഇതിനെതിരെ 2000 ആൻഡ് 2011 സൈബർ ആക്ട്സ് നിലവിൽ വന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക ഇങ്ങനെ വല്ല കാര്യങ്ങളും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ. The users should be cautious with the personal information, use strong privacy setting, complain legally.
അപ്പോൾ പ്രൈവസി സെറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പരസ്യപ്പെടുത്തുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അതായത് ഇതൊക്കെ നല്ലതാണോ, അതായത് നമ്മളെ അക്കൗണ്ട് നമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും OTP അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ പ്രൈവസി സെറ്റിംഗ്സ്, യൂസ് സ്ട്രോങ് പാസ്വേഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കംപ്ലൈൻറ്റ് ലീഗലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്, ആരെങ്കിലും ഇങ്ങനെ വിളിച്ച് പറയും നിങ്ങളെ അറസ്റ്റ് ചെയ്തു, നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ആ ഒരു മെസ്സേജാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഇത്രയും എന്താണ് പറയുക, ഡിജിറ്റൽ അറസ്റ്റ് നടത്തിയിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും നികുതി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ വിടാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ത്രെട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലതും നടന്നു കഴിഞ്ഞാൽ ആ പൈസ കൊണ്ടേ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, ലീഗലി കംപ്ലൈൻറ്റ് ചെയ്യുക. They will resolve it. So the social media companies should have to take some measurements. അവരെന്തൊക്കെ ചെയ്യണം? പ്രൊവൈഡ് ഗൈഡ് ലൈൻസ്, അല്ലേ? യൂസേഴ്സിനോട് പറയണം, നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റി സെറ്റിങ്സ് നടത്തണം എന്നുള്ള കാര്യങ്ങൾ അവർ റിമൈൻഡ് ചെയ്യണം എപ്പോഴും. മേക്ക് സെക്യൂരിറ്റി സ്ട്രോങ്. ഒരിക്കലും അവരുടെ ഡാറ്റ ചോർന്നു പോകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സോഷ്യൽ മീഡിയ കമ്പനീസിൻ്റെ. പ്രൊവൈഡ് ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് ഓൺ കമ്പനീസ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയുക ചെയ്യുക, ഫീഡ്ബാക്കുകൾ കൊടുക്കുക. പിന്നെ അവരും അത് ചോദിക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് അവരും ചോദിക്കേണ്ടതാണ്. ബിക്കോസ് ദ നെറ്റിസൻസ് ഓർ ദ പീപ്പിൾ യു ആർ യൂസിങ് ദോസ് സോഫ്റ്റ്വെയർസ് ഓർ ദോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആർ ദ കസ്റ്റമേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കമ്പനി. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഈ കമ്പനികൾ നോക്കണം. റെഗുലേറ്റ് ഫേക്ക് പ്രൊഫൈൽസ്. അതുപോലെ തന്നെ വേറെ ഫേക്ക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് അല്ലെങ്കിൽ ആ കമ്പനികൾക്ക് പറ്റണം. അത് അവരെന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. എന്നാൽ മാത്രമാണ് ഇതിനൊക്കെ ഒരു കൺട്രോൾ വരുത്താൻ പറ്റൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സൈബർ സ്പേസിൽ എഴുതുമ്പോൾ, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ്സ് എഴുതുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്നത്തെ കാലത്ത് സൈബർ സ്പേസ് യൂസ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരുപാട് കുഴപ്പത്തിൽ ചെന്ന് ചാടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.